എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. ഓർമ്മകളുടെ സായാഹ്നത്തെ ബെല്ലടിച്ചുണർത്തി വീണ്ടും ഒരു സൈക്കിൾ യജ്ഞകാലം. പതിറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിന്റെ ഗ്രാമീണ സന്ധ്യകളെ സജീവമാക്കിയിരുന്ന സൈക്കിൾ യജ്ഞം പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയും പുതുതലമുറയ്ക്ക് പുതിയ അനുഭവവുമാണ്. കർണാടകയിലെ മൈസൂരിൽ നിന്നും എത്തിയ സംഘങ്ങളാണ് തീരമേഖലയിൽ വിവിധ ഇടങ്ങളിലായി തമ്പടിച്ചിട്ടുള്ളത്. വിനോദോപാധികൾ വിരളമായിരുന്ന പണ്ടുകാലത്ത് സൈക്കിൾ യജ്ഞം സാഹസിക കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരുന്നു. ബെല്ലും ബ്രേക്കും മഡ്ഗാർഡുമില്ലാത്ത സൈക്കിളാണ് യജ്ഞത്തിലെ പ്രധാന താരം. അടിപൊളി പാട്ടുകളുടെ അകമ്പടിയോടെ സൈക്കിളിൽ മണിക്കൂറുകളോളം അഭ്യാസ പ്രകടനം നടത്തുന്നവർ കയ്യടിയും കൈനിറയെ പണവുമായാണ് കൂടാരത്തിലേക്ക് മടങ്ങുക. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തീപ്പന്തങ്ങൾ കൊണ്ടുള്ള വളയം ദേഹത്ത് ധരിക്കുക, ട്യൂബ് ലൈറ്റ് ദേഹത്തടിച്ച് പൊട്ടിക്കുക തുടങ്ങി കാണികളെ ത്രസിപ്പിക്കുന്ന പരിപാടികൾ ഒട്ടേറെയുണ്ട്. കാണികൾ സംഭാവനയായി നൽകുന്ന സാധനങ്ങൾ ലേലം ചെയ്യുന്നതിലൂടെയും ഇവർക്ക് പണം ലഭിക്കും. ഈ ദിവസങ്ങളിൽ അഴീക്കോട് കൊട്ടിക്കൽ ക്ഷേത്ര മൈതാനിയിലാണ് സംഘം സൈക്കിൾ യജ്ഞം നടത്തുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ സൈക്കിൾ യജ്ഞം നടത്തുന്ന സംഘം പിന്നീട് നാട്ടിലേക്ക് മടങ്ങും. അന്യം നിന്നുപോയെന്ന് കരുതിയ ഗ്രാമീണ കലാരൂപം വീണ്ടും കൺമുന്നിലെത്തുമ്പോൾ ഗ്രാമീണ കേരളം കയ്യടികളോടെ വരവേൽക്കുകയാണ്. ഒരു 3 വർഷമായി, ഒരു 3 കൊല്ലം ഒരു വർഷത്തിലെ ഒരു 3 മാസം പരിപാടിച്ചിട്ട് പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ഡിസംബർ നമ്മൾ ഒരു 3 കൊല്ലം 3 മാസം പരിപാടി. പിന്നെ ഒരു ചെറിയ ചെറിയ ഗ്രാമ പ്രദേശ നമ്മൾ 2 ദിവസം പരിപാടി ഉണ്ട്. പിന്നെ 7:10 ഒരു 10 മണി ഉള്ളിൽ ഒരു 9 മണി 10 മണി ഉള്ളിൽ സ്റ്റാപ്പ് ഒരു കലാപരിപാടി. നമ്മളൊരു ടിക്കറ്റ് ഒന്നും ഇല്ല, ഒരു ബക്കറ്റ് സംഭാവന അത്രേ ഉള്ളൂ. നമ്മൾ മൈസൂർ കർണാടക ഒരു മൈസൂർ ആൾക്കാർ. എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇതുപോലെ? നമ്മളൊരു 3 ഗ്രൂപ്പുണ്ട്. ഒരു 3 ഗ്രൂപ്പുണ്ട് വർഷത്തിലെ. പിന്നെ കഴിഞ്ഞ കൊല്ലം ആ ഭാഗത്തുള്ള വടക്കല പിന്നെ കൊട്ടാരിക്കര ആ ഭാഗത്തെല്ലാം തീർന്നു. പിന്നെ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തെല്ലാം തീർന്നു. ഇപ്പം ഈ ഭാഗത്തിൽ 20 മാസ പരിപാടി ഉണ്ട് ചേട്ടാ. ഈ ഭാഗത്തിൽ ഒരു മാസം ഒരു ഗ്രാമ പ്രദേശ പരിപാടി. ഇത് കഴിഞ്ഞാൽ എന്താണ് പരിപാടി? ഈ സീസൺ കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നമ്മളൊരു ചെറിയ സ്ഥലമുണ്ട്, ഇഞ്ചി കൃഷിയുണ്ട്. പിന്നെ നമ്മൾ ബണ്ടി ഉണ്ടല്ലോ, ബണ്ടിയിൽ പച്ചക്കറി ಎಲ್ಲ ಡ್ರೈವಿಂಗ್ ഞങ്ങൾ പേര് അഷ്ട. ഈ ജനറേഷനിൽ നമ്മൾക്ക് ഒരു 5 വർഷം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് സ്റ്റാപ്പ് ആവും പരിപാടി. ഇത് നമ്മൾക്ക് സ്റ്റാപ്പ് ആവും. ഇല്ല ഏട്ടാ, ഇപ്പോൾ ഈ ജനറേഷനിക്കെല്ലാം പോയല്ല പരിപാടിയല്ല. നമ്മൾക്ക് ഇപ്പോൾ 30 ഏജ്, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഇവിടേക്ക് പരിപാടി സ്റ്റാപ്പ് ആവും. ഇന്നില്ല, നടത്തുന്നില്ല. ಎಲ್ಲ കുറേ കൊല്ലമായി പരിപാടി. മുമ്പേ ഒരു ആഴ്ച പരിപാടി 10 ദിവസ പരിപാടി മുമ്പേ ഉണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാർ പോയി. ഇപ്പോൾ നമ്മളൊരു ജീവിത മാർഗം ഒരു 2 ദിവസം എല്ലാ നാട്ടിൽ 2 ദിവസം പരിപാടിച്ചിട്ട് ആൾക്കാരെന്നല്ല കേരളത്തെ മൊത്തം ആൾക്കാർ നല്ല അടിപൊളി സഹായിക്കണം. ആൾക്കാരെಲ್ಲ കുടുംബശ്രീ ചേച്ചമ്മർ എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ട് നമ്മൾക്ക്. എല്ലാ ആൾക്കാരും പരിപാടി കണ്ടി നല്ല ಖುಷಿಯಾയി ഒരു ബക്കറ്റ് സംഭാവന ഒരു ലൈലം ಎಲ್ಲ ಸಪೋರ್ಟ್ ಕೊಂಡು നല്ല ആൾക്കാർ കേരളത്തിലെല്ലാം മൊത്തം.